ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ രണ്ട് ഗുണ്ടകളെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മുടെ സരയുവാണ് അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഫോട്ടോ ഞാൻ അയച്ചു തന്നിരുന്നില്ലേ എന്ന് സരയു ചോദിക്കുമ്പോൾ ഉവ്വ മേഡം എന്ന് പറയാണ്. അവനാണ് ആള്, അവൻ ജയിലിലാണ്, പരോളിൽ ഇറങ്ങിയതാണ്, അതുകൊണ്ട് അവൻ എവിടെയുണ്ടെന്ന് തേടിപ്പിടിച്ച് അവനെ കൊല്ലണം. പിന്നെ കൊന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും അറിയാതെ അവൻ്റെ ബോഡി മറവ് ചെയ്യുകയും വേണം എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് അതിലൊരു ഗുണ്ട ചോദിക്കുന്നുണ്ട്, അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയോ മേഡം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് സരയു പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് മറ്റൊരു ഗുണ്ട പറയുന്നുണ്ട്, അത് സാരില്ല, ഞങ്ങൾ എന്തായാലും നോക്കി കണ്ടെത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതെ, ആ ടെക്സ്റ്റൈൽസിലെ CCTVയിൽ നിന്നും കിട്ടിയ ദൃശ്യത്തിൽ നിന്നുമാണ് അവൻ്റെ ആ വണ്ടിയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത്. അപ്പോൾ അത് മതി, അത് കണ്ടുപിടിച്ചോളാം ഞങ്ങൾ. എന്തായാലും അവൻ പരോളിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവൻ ഏതെങ്കിലും ലോഡ്ജിലായിരിക്കും താമസിക്കുക എന്നിങ്ങനെ സരയു പറയുന്നുണ്ട്. അതെ, അവൻ പരോളിൽ ഇറങ്ങിയത് കൊണ്ട് പിന്നെ വണ്ടി വാടകയ്ക്ക് എടുക്കാനാണ് സാധ്യത. വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്കറിയാം മേഡം, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നോക്കി അവനെ കണ്ടെത്തി ഞങ്ങൾ തീർത്തോളാം എന്ന് പറയുകയാണ്. എന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങാനും പിടിക്കപ്പെടുകയാണെങ്കിൽ, പോലീസിൻ്റെ പിടിയിലെങ്ങാനും ഇവനെ കൊന്നതിന് ശേഷം മറവ് ചെയ്യുന്നതിന് മുമ്പ് പോലീസിൻ്റെ പിടിയിൽ പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞു ധൈര്യപൂർവ്വം ഞാനാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്തെന്ന് അവരോട് പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ, എനിക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി കാര്യം കഴിഞ്ഞതിന് ശേഷം ബാക്കി തുക തരാമെന്നും പറഞ്ഞ് സരയു അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണെയാണ്. കിരണും ബൈജുവും കൂടി കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഗംഗപ്രസാദിൻ്റെ കൂട്ടാളികളായിട്ടുള്ള ആ രണ്ട് ഗുണ്ടകൾ അവരങ്ങനെ 2 വീലറിൽ പോകുന്നുണ്ട്. പെട്ടെന്ന് കിരൺ അവരെ ശ്രദ്ധിക്കുകയാണ്. ബൈജുവിനോട് പറയുന്നുണ്ട്, ഇത് ഗംഗപ്രസാദിൻ്റെ കൂട്ടാളികളാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ പുറകെയായിട്ട് ഇവർ വണ്ടി വിടുകയാണ്. അവരാണെങ്കിൽ 2 പേരും 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ ഇവർ കാറ് പിന്നിലൂടെ പോയിട്ട് ഹോൺ കുറേ നേരം അടിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരാൾ ചോദിക്കുന്നുണ്ട്, ആരാടാ നമ്മളെ പുറകെ ഇങ്ങനെ വന്ന് ഹോൺ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നിലിരിക്കുന്നവൻ പറയാണ്, വേണ്ട, വഴി കൊടുക്കണ്ട, പെടച്ച് വിട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറേ നേരം ഇവരിങ്ങനെ ഫോളോ ചെയ്ത് നമ്മുടെ കിരൺ പോവുകയാണ്. ഒടുവിൽ അവരെ ഓവർടേക്ക് ചെയ്ത് നിർത്തുകയും അവരെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകൾ, ആരാടാ ഇത്ര ധൈര്യത്തിൽ ഞങ്ങളെ പിന്തുടരുന്നതെന്നും ചോദിച്ചിട്ട് വലിയ ശൗര്യത്തോടു കൂടി അവരങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്, 2 വീലറിൽ നിന്നും. അങ്ങനെ ആ സമയത്ത് 2 പേരെയും നല്ല ഇടി കൊടുത്തിട്ട് നമ്മുടെ കിരൺ നല്ല ഇടി അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. അതിൽ നിന്നും അവരിങ്ങനെ ഓടുകയാണ്. അപ്പോൾ കിരണും പിന്നാലെ ഓടുന്നുണ്ട്. ആ ഗുണ്ടകൾ ഒരാൾ ഒരു വഴിക്കും മറ്റൊരാൾ ഒരു വഴിക്കും അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരുത്തൻ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുത്തനെ മാത്രമേ നമ്മുടെ കിരണിൻ്റെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അവനെ തല്ലിച്ചതച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാടാ ഗംഗപ്രസാദ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതേ സമയത്താണെങ്കിൽ ഗംഗപ്രസാദ് ആ ഹോട്ടൽ മുറിയിൽ ആ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മറ്റൊരുത്തനും അവിടെ കൂടെ ഇരിപ്പുണ്ട് ഗംഗപ്രസാദിന്. അപ്പോൾ അവനാണെങ്കിൽ ബെഡിലിരുന്നിട്ട് പുഴുങ്ങിയ കോഴിമുട്ടയൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഗംഗ പറയുന്നുണ്ട്, മുട്ടയൊക്കെ കഴിച്ച് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിമപ്പെടുത്തണം, കാരണം എന്തായാലും നല്ലൊരു യുദ്ധത്തിനാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. പിന്നെ കാട്ടിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ശരീരമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ കിരണും കല്യാണിയും അവരെൻ്റെ ടാർഗറ്റ് അല്ലാത്തത് കൊണ്ടാണ് ആദ്യം അവരെൻ്റെ കയ്യിൽ കിട്ടിയതാണ്, പക്ഷേ ഞാൻ അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് മറ്റേ ഗുണ്ട പറയുന്നുണ്ട്, അതെ, എല്ലായിടത്തും ലുക്കൗട്ട് നോട്ടീസ് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് പുറത്തിറങ്ങാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ, അതിപ്പോൾ തമിഴ്നാട്ടിലായാലും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, പിടികിട്ടാപ്പുള്ളി എന്നായിട്ട് അവരും എന്നെ പ്രഖ്യാപിച്ചില്ലേ. പക്ഷേ ശരിയാണ് നീ പറഞ്ഞത്, ഇവിടെ ഇത്തിരി കൂടുതലാണ് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ആ കിരണിൻ്റെ കാര്യത്തിലാണ് എനിക്കിത്തിരി പേടിയുണ്ട് താനും എന്നിങ്ങനെ ഗംഗപ്രസാദ് പറയുകയാണ്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കണ സമയത്ത് തന്നെയാണ് ആ ഓടി രക്ഷപ്പെട്ട ഗുണ്ട ഇവരുടെ അരികിലേക്ക് എത്തുന്നത്. അവൻ പറയുന്നുണ്ട്, എന്താടാ എന്ന് ചോദിക്കുകയാണ് ഗംഗപ്രസാദ്. അവൻ വേഗം രക്ഷപ്പെട്ടു, അവനുണ്ട്, ആ കിരൺ പുറകെ ഉണ്ട് എന്ന് പറയുകയാണ്. കിരണോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ പുറകെ വരുന്നുണ്ട്, വേഗം രക്ഷപ്പെട്ടു, ഓടിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ 3 പേരും ആ റൂമിൽ നിന്നും ഓടുകയാണ്. അതേ സമയത്താണെങ്കിലും കിരൺ ആ ഗുണ്ടയെ തല്ലിച്ചതച്ചിട്ട്
എവിടേക്ക് ഗംഗപ്രസാദ് എന്ന സ്ഥലം അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കിരൺ അവനെ വീണ്ടും തല്ലിച്ചതച്ചിട്ട് അവിടെ നിന്ന് ഓടിയിട്ട് ആ ഗംഗയുണ്ടായിരുന്ന റൂമിലേക്ക് എത്തുകയാണ്. അവിടെ അരിച്ച് പറക്കുമ്പോൾ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട കാര്യം കിരൺ മനസ്സിലാക്കുന്നുണ്ട്. അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് കിരൺ പറഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് അങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഇവർ 3 പേരും ഗംഗയും ഗംഗയുടെ കൂട്ടാളിയായിട്ടുള്ള 2 ഗുണ്ടകൾ ഓടുകയാണ്. അങ്ങനെ അവരെ പുറകെയായിട്ട് കിരണും ഓടുന്നുണ്ട്. കിരൺ അവരെ കണ്ടെത്തുകയാണ്. അതേപോലെ തന്നെ ഈ 2 ഗുണ്ടകൾ ഒരു വഴിക്കും ഗംഗപ്രസാദ് മറ്റൊരു വഴിക്കുമാണ് ഓടുന്നത്. ഗംഗപ്രസാദിനെയാണല്ലോ കിരൺ ആവശ്യം. അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദിൻ്റെ പുറകെയായിട്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ബൈജു ആണെങ്കിൽ ആ കാറിൽ അങ്ങനെ ഇരിക്കുകയാണ്. ബൈജുവിന് കാലുകൊണ്ട് വയ്യല്ലോ, ഇവർ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദിൻ്റെ പുറകെയായി ഓടുന്നുണ്ട്. ഗംഗയാണെങ്കിൽ ഓടി ഓടി കടൽ തീരത്ത് കടപ്പുറത്താണ് എത്തുന്നത്. അവിടെയിട്ട് ഗംഗയെ തല്ലിച്ചതയ്ക്കുകയാണ് കിരൺ ചെയ്യുന്നത്. നെഞ്ചത്തിട്ടും അതുപോലെ തന്നെ അവൻ്റെ കരണം നോക്കിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ബൈജു ഓടി വരുന്നുണ്ട്. ബൈജു പറയാണ്, അളിയ വിടരുത് അളിയ, അവനെ കൊല്ല് അളിയ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവിടേക്ക് കടപ്പുറത്തുണ്ടായിരുന്ന, അതായത് അവിടുത്തെ തൊഴിലാളികളായിട്ടുള്ള കുറച്ച് പേര് അവിടേക്ക് ഓടി വരികയാണ്. ഒരു 2-3 പേര് ഓടി വന്നിട്ട് എന്താ ഇവിടെ മാറി നിൽക്കുക എന്നും പറഞ്ഞിട്ട് ഗംഗയെ ഒരാളും കിരണിനെ 2 പേരും പിടിച്ചു മാറ്റുകയാണ്. അപ്പം ബൈജു പറയുന്നത്, വിട് അവരെ വിട്, അവനെ കൊള്ളരുതാത്തവനാണ്, അവനെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ കിരണം പറയുന്നുണ്ട്, അത് അവൻ ജീവിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കാത്തവനാണ്, അവൻ ഗുണ്ടയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ ഈ തല്ലി തീർക്കുന്നത്, അപ്പം നിങ്ങൾക്കറിയില്ല അവരുടെ സ്വഭാവം, അതൊക്കെ പറഞ്ഞു തീർത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആ തൊഴിലാളികൾ നമ്മുടെ കിരണിനെ വിട്ടുകൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഗംഗയെ പിടിച്ചിട്ടുള്ള അയാൾ വിട്ടിട്ട് പറയാണ്, ഓടി രക്ഷപ്പെട്ടവയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗംഗ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. എന്തായാലും ബൈജു നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. ആ കാലുകൊണ്ട് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കിരൺ, നിങ്ങൾ എന്ത് പണിയായി ചെയ്തത്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, റെയിൽവേ സ്റ്റേഷനിലും എല്ലായിടത്തും അവൻ്റെ പടം വെച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് ബൈജു. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറയാണ്. നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഒന്ന് അടിച്ചു നോക്കിയ ഗംഗപ്രസാദ് എന്ന്, അവൻ പിടികിട്ട പുള്ളിയാണ്, ഇങ്ങനെ ഒരുത്തനെയാണ് നിങ്ങൾ വിട്ടുകളഞ്ഞത്, എന്നാലും വല്ലാത്തൊരു ചതിയായി പോയി ചേട്ടന്മാരെ നിങ്ങൾ എന്നോട് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരോട് ദേഷ്യപ്പെട്ട് കിരൺ ബൈജുവിനെ വിളിച്ച് വാടാ, അവൻ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അവരിങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞത് സത്യമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലായിരിക്കില്ല, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നുണ പറഞ്ഞതായിരിക്കും, അത് രക്ഷപ്പെടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോവുകയാണ്. എന്തായാലും കിരണും ബൈജുവും എല്ലായിടത്തും ഒന്ന് ചോദിക്കുന്നുണ്ട് അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട്, പക്ഷെ ആർക്കും അറിയില്ല, കണ്ടില്ല എന്ന് പറയാണ്. എന്തായാലും നമ്മുടെ ഗംഗപ്രസാദ് ഒരു പാറയുടെ മുകളിൽ അങ്ങനെ ആ കടൽ തീരത്ത് തന്നെ അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ കിരൺ വേഗം തന്നെ നമ്മുടെ ചന്ദ്രസേനൻ കിടക്കുന്ന ആ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുകയാണ്. ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ ഇവിടേക്ക് ആ ഗംഗ വന്നിരുന്നു, അവനെ ഞാൻ തല്ലിച്ചതച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഇവിടേക്ക് വന്നില്ല കിരണേ, എന്തായാലും ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിറച്ച് പോലീസ് ഉണ്ടായിരിക്കില്ലേ, തന്നെയല്ല അമലുവിനോട് ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവനെ കയ്യിൽ കിട്ടിയ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്തായാലും ഡോക്ടേഴ്സിൻ്റെ എത്തിക്സിന് അത് ചെയ്യാൻ പാടില്ല, പക്ഷെ ഇവൻ്റെ കാര്യത്തിൽ അത് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ വന്നിട്ടില്ല, ഇനി വരുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അച്ഛൻ്റെ അരികിലേക്കാണ് കിരൺ പോകുന്നത്. അച്ഛനോടും നടന്ന സംഭവങ്ങളെല്ലാം തന്നെ കിരൺ പറയുന്നുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു ചതിയായി പോലെ, എന്തായാലും മോനെ നീ ഇങ്ങനെ നിൽക്കണ്ട, നീ വീട്ടിലോട്ട് ചെല്ല്, അവിടെ എല്ലാവർക്കും നിന്നെ കാണുന്നത് ഒരു ധൈര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ ചോദിക്കുന്നുണ്ട്, അമ്മ വീട്ടിലോട്ട് പോയി മോനെ, എന്തായാലും അവൾക്ക് പ്രഷറൊക്കെ ഉള്ളതല്ലേ, പിന്നെ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അമ്മ തലയിലെ മുടി അങ്ങ് കളഞ്ഞു. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, തലമുണ്ടനം ചെയ്തത് നമ്മൾക്ക് ആർക്കും ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് മോൻ പൊക്കോ എന്നും പറഞ്ഞിട്ട് ചന്ദ്രസേനൻ കിരൺ അവിടെ നിന്നും പറഞ്ഞയക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.